ഒരുപാട് കാര്യങ്ങളുടെയും കാര്യത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായി ഒരുപക്ഷെ ഞാൻ തീർന്നിരുന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ സെയ്ദ് മൗലവി രണ്ടത്താണി എന്നറിയപ്പെട്ടിരുന്ന മഹാനായ പണ്ഡിതൻ റഹ്മത്തുള്ളാഹി അലൈഹി, ആ പണ്ഡിതന് പ്രസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള മറുപടി ആവേശപൂർവ്വം 4 ദിവസങ്ങളിൽ കേട്ട പ്രഭാഷണത്തിന്റെ മറുപടി എന്നോണം സെയ്ദ് മൗലവിയുടെ പ്രഭാഷണമുണ്ട്, രണ്ടത്താണിയുടെ പ്രഭാഷണമുണ്ട് എന്ന് കേട്ടപ്പോൾ അങ്ങ് അടച്ചു നിൽക്കുന്ന പറവണ്ണയിൽ ആ പ്രഭാഷണം കേൾക്കാൻ പോയതാണ് എന്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. ഒരിക്കലും അറിയാത്ത, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്വതന്ത്രമായ ഒരു സന്ദർഭത്തിലുള്ള എന്റെ ചിന്ത ഈ മഹത്തായ പ്രസ്ഥാനത്തിലേക്ക്, തൗഹീദിലേക്ക്, മരണത്തിന്റെ പാതയിലേക്ക്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേക്ക് നയിക്കാൻ കാരണമായത് ആ സെയ്ദ് മൗലവിയുടെ പ്രസംഗമായിരുന്നു. രണ്ടത്താണിയിൽ ഇങ്ങനെ 60 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഗമം ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ ഒട്ടേറെ പ്രസംഗങ്ങളിൽ ആ മഹാനായ സെയ്ദ് മൗലവിയെ അനുസ്മരിക്കുകയുണ്ടായി. അദ്ദേഹത്തെ അല്ലാഹു തആല ദയവാക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞാനത് പ്രത്യേകമായി ഓർക്കുന്നത് ഇവർ പല പ്രഭാഷണങ്ങളിൽ പറയുകയുണ്ടായി. ദഅവത്തിന്റെ രംഗത്ത് ഒരാളെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ, ഒരാളെ ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ, ഒരാളെ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു സമ്പാദ്യം ഈ ലോകത്ത് ലഭിക്കാനില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാഗ്ദത്തമാണത്, ഉറപ്പാണത്. നാം ശ്രമിക്കേണ്ടത് അതാണ്. ആ കാലഘട്ടത്തിൽ സെയ്ദ് മൗലവിയിൽ നിന്ന്, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ വശ്യസുന്ദരമായ ഖുർആൻ പാരായണവും തൗഹീദിന്റെ അവതരണവും അത് കേട്ട് മാനസാന്തരം വന്നതിന് ശേഷം ഞാൻ എത്തിപ്പെടുന്നത് മുജാഹിദ് പണ്ഡിതന്മാരിലേക്കാണ്. പുലിക്കൽ മദീനത്തുൽ അറബി കോളേജിൽ ചെല്ലുന്നു. ഞാൻ ഈ സംഭവങ്ങൾ വിവരിക്കേണ്ട സമയമില്ല. പക്ഷെ ഞാനൊരു വ്യത്യാസം ഇവിടെ സ്പർശിക്കുകയാണ്. മഹാന്മാരായ മരിച്ചുപോയ സെയ്ദ് മൗലവിയെയും അതുപോലെ ഉമർ മൗലവിയെയും അതുപോലെ തന്നെ ഷേഖ് മുഹമ്മദ് മൗലവിയെയും MCC അബ്ദുറഹ്മാൻ മൗലവിയെയും എല്ലാം ഒരുപാട് നൂറുകണക്കിന് ആളുകളുടെ, ഉന്നതന്മാരായ ആളുകളെ ഇവിടെ അനുസ്മരിക്കാറുണ്ട്. അത് നമ്മുടെ പ്രാസംഗികമായി അനുസ്മരിക്കാനുള്ളതല്ല, നമുക്ക് ആവശ്യമുള്ള ഉദാഹരണങ്ങൾക്ക് വേണ്ടി സ്മരിക്കാനുള്ളതല്ല. അത് തെളിവുകളായി അടിസ്ഥാന ന്യായീകരണമായി അവതരിപ്പിക്കുന്നുവെങ്കിൽ അതിനോട് കൂറ് പുലർത്താൻ, അതിനോട് നീതി പുലർത്താൻ, അതിനോട് സമന്വയിക്കാൻ നമ്മുടെ ജീവിതത്തിനും സാധിക്കണം. നാവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദഅവത്തല്ല മുജാഹിദ് പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്. വളരെ ശക്തമായി സമൂഹത്തിന്റെ മുന്നിൽ ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ ആരെയും ഭയപ്പെടേണ്ടതില്ല. ആരെ ഭയപ്പെടുത്തിയാലും അത് സ്വീകരിക്കേണ്ടതില്ല. പക്ഷേ ആ പ്രബോധനത്തിന് പ്രവാചകൻ സ്വീകരിച്ച മാർഗമുണ്ടായിരിക്കണം, ആ ശൈലിയുണ്ടായിരിക്കണം. ലോകത്ത് ഒരു പ്രവാചകൻ അവർ പറഞ്ഞ ആദർശങ്ങളോടുള്ള വിരോധമല്ലാതെ അവർ ജീവിച്ച സമൂഹത്തിന് അവരോട് ഒരു വിരോധവും അവർക്കുണ്ടായിരുന്നില്ല. വ്യക്തിപരമായ സമീപനത്തിൽ, വ്യക്തിപരമായ ഇടപാടുകളിൽ, സാമൂഹ്യമായ ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ, അയൽപക്ക ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ, ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്നതിനിടയിൽ ആ ആളുകളുമായുള്ള ബന്ധം ഏറ്റവും ശക്തമായി, മാന്യമായി, അന്തസ്സായി നിലനിർത്തണം. ഞാൻ പറയുന്ന കാര്യമുണ്ട്.
മുജാഹിദ് ചെറുപ്പക്കാരെ, എന്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരായ കുട്ടികളെ ഞാൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഈ 10,000 അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മുൻഗാമികൾക്കുള്ളതുപോലെ വിവാഹാന്വേഷണങ്ങൾ വരുമ്പോൾ ഒരു കുറ്റം മാത്രമേ അവർക്ക് പറയാനുണ്ടാകാൻ പാടുള്ളൂ. ആ കുട്ടി മുജാഹിദാണ്. ഏതൊരു കുറ്റമല്ലാതെ നമ്മുടെ പ്രതിയോഗികൾക്ക് നമ്മുടെ മറ്റൊരു സ്വഭാവ ദൂഷ്യവും നമ്മിലുണ്ടാകാൻ പാടുള്ളതല്ല. മുൻഗാമികളിൽ നിന്ന് നമുക്ക് പകർക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാതൃക അതാണ്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രബോധനങ്ങൾ, നമ്മുടെ പ്രസംഗങ്ങൾ അകറ്റുന്നതായിരിക്കരുത്, അത് അടുപ്പിക്കുന്നതായിരിക്കണം. എല്ലാ പ്രവാചകന്മാരിലേക്കും ശ്രദ്ധിക്കാതെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അനാവശ്യമായ അവരുടെ പ്രബോധനവും അവരുടെ പെരുമാറ്റവും അവരുടെ സമീപനവും സ്വീകരിച്ചുകൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണമുള്ള ബന്ധങ്ങളിൽ ജൂത ക്രൈസ്തവ സമൂഹങ്ങളുമായി ഏതെല്ലാം സന്ദർഭങ്ങളിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടെങ്കിലും മഹാനായ വ്യക്തിത്വം, വളരെ ആവശ്യമായ അദ്ദേഹത്തിന്റെ പെരുമാറ്റം ആരാലും അംഗീകരിക്കപ്പെടുന്നതായിരുന്നു. ഇത് നമുക്ക് പിന്തുടരണം. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ദഅവത്തിന്റെ രംഗത്തേക്ക് കടന്നു വരുന്ന ഈ കുട്ടികളോട്, വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ക്യാമ്പസുകളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ അയൽപക്ക ബന്ധങ്ങളിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഏറ്റവും മാന്യമായ ഒരു വ്യക്തിത്വം നിങ്ങൾക്കുണ്ടായിരിക്കണം. ആദർശം എന്ന് പറയുന്നത് നാവിലല്ല. ആ ആദർശം ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണം. അതിന്റെ പ്രതികരണം ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ ജീവിതം ആകർഷിക്കപ്പെടണം. അങ്ങനെ മുജാഹിദല്ലാത്ത ഒരു കുറ്റവും ഈ ചെറുപ്പക്കാരനെ കാണാൻ കഴിയുന്നില്ല. നല്ലവനാണ്, സമൂഹത്തിൽ നല്ലവനാണ്, എല്ലാ രംഗത്തും ഏത് നല്ല കാര്യങ്ങളിലും അവർ മുൻപന്തിയിലുണ്ടാകും. അതിൽ ശത്രുവിനെയോ മിത്രത്തെയോ നോക്കാറില്ല. ആ നിരക്കുള്ള സമീപനമുള്ള നല്ല ഒരു കുട്ടിയാണ്. പക്ഷെ അവര് ദോഷം ഇതേ ഉള്ളൂ. ശത്രുക്കൾ പോലും പറയുന്നത് അതാണ്. ഇത് നമുക്ക് മാതൃകാപരമായി നാം സ്വീകരിക്കേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞു പോയ പണ്ഡിതന്മാരെ മുഴുവൻ നിങ്ങൾ എടുത്തു നോക്കും. ആരാണ് വിജയിച്ചത്? ആരാണ് ശ്രദ്ധിക്കപ്പെടുന്നത്? ആരാണ് ഓർമ്മിക്കപ്പെടുന്നത്? അവർ ആ തരത്തിലുള്ള സമൂഹത്തിൽ വളരെ ഉയർന്ന സ്ഥാനങ്ങളിൽ സ്വഭാവ സംസ്കരണ രംഗത്ത് അവർ നിലനിന്നിരുന്നു. സ്വഭാവവും പെരുമാറ്റവും ഏത് ശത്രുവിനെയും നമുക്ക് ആകർഷിക്കാൻ പറ്റാവുന്ന അവതരണമാണ് നമുക്കുണ്ടാകേണ്ടത്. ശത്രുവിനെ കൂടുതൽ അകറ്റാനും അവന് വെറുപ്പ് സമ്പാദിക്കാനുമുള്ള സമീപനമല്ല നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. അതാണ് പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവർ ആ ചെയ്ത നന്മകൾ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പ്രവർത്തനത്തിലും നാം അനുകരിക്കണം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഒരു ബഹുമത സമൂഹമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ഈ ഇന്ത്യയിൽ ഇവിടെ അറബി പണ്ഡിതന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ എല്ലാവരുടെ പ്രസംഗത്തിലും അനുസ്മരിച്ച ഒരു കാര്യം, നിങ്ങൾക്കിങ്ങനെ തുറന്ന് മത പ്രബോധന രംഗത്ത് ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ച ഈ രാജ്യം അനുഗ്രഹീതമാണെന്ന് അവർ പറഞ്ഞു. അതിനുള്ള സാഹചര്യം പ്രശംസിക്കപ്പെടേണ്ടതാണെന്ന് അവർ പറഞ്ഞു. വേണ്ടേ, ഈ സാഹചര്യം നമുക്കിവിടെ നിലനിർത്തേണ്ടതല്ലേ? ഈ അനുകൂലമായ ഒരവസ്ഥ ദഅവത്തിന് ആവശ്യമല്ലേ? ഏത് പ്രതിയോഗിയും നമ്മുടെ സംസാരം അല്പം കേട്ടു നിൽക്കണമെന്ന് തോന്നാൻ നാം ആശയം സ്വീകരിക്കേണ്ടതല്ലേ? നേരെ മറിച്ച് വന്നവരെ അകറ്റുന്ന തരത്തിലുള്ള സമീപനം ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും ഉണ്ടായിക്കൂടാ. ഈ രാജ്യത്തുള്ളതുപോലെ മതങ്ങൾ, ഈ രാജ്യത്തുള്ളതുപോലെ ഭാഷ, ഈ രാജ്യത്തുള്ളതുപോലെ ജാതി, ഈ രാജ്യത്തുള്ളതുപോലുള്ള ജീവിത സമ്പ്രദായങ്ങളുടെ വ്യത്യാസങ്ങൾ മറ്റൊരു രാജ്യത്തും കാണാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള ഒരു മഹാരാജ്യം, കോടിക്കണക്കിനുള്ള ആള്, ജനസംഖ്യയിൽ 2ാമത് നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, ഈ രാജ്യത്തിത അതിന്റെ ഭരണഘടനയ്ക്ക് വിധേയമായി എല്ലാവരെയും അംഗീകരിച്ച് ആദരിച്ചുകൊണ്ട് വളരെ പവിത്രമായ തൗഹീദിന്റെ ആശയത്തിലേക്ക് നാം ദഅവത്ത് നടത്തുന്നു. ഈ സാഹചര്യം ഇവിടെ നിലനിൽക്കണമോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് നാം തന്നെയാണ്, നമ്മുടെ പ്രതിയോഗികളല്ല, ശത്രുക്കളല്ല. അതുകൊണ്ടാണ് ആ ഒരു ശൈലി നമ്മുടെ 1 നൂറ്റാണ്ട് കാലമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദഅവത്ത് നടത്തിയ ആളുകളെ നിങ്ങൾ നോക്കൂ. ഒറ്റക്ക് അവർ ആദർശ രംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്തവരായിരുന്നു. ആ പ്രബോധനരംഗത്ത് അവർ വിട്ടുവീഴ്ചയില്ലാത്തവരായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ നല്ലവനായിരുന്നു. അദ്ദേഹവുമായി പെരുമാറാൻ, അദ്ദേഹവുമായി സംസാരിക്കാൻ വളരെ നല്ലവനായിരുന്നു എന്ന്
മഹാനായ ഉമർ മൗലവിയുടെ ജീവിതം ഓർത്തുകൊണ്ട് ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. ഇത്ര ശക്തനായ വിട്ടുവീഴ്ചയില്ലാതെ ആദർശം തുറന്നു പറയുന്ന ഒരു പണ്ഡിതനെ കണ്ടിട്ടില്ല. പക്ഷേ എത്ര അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇവിടെയുള്ള എല്ലാ വിഭാഗം ആളുകളുമായും ഏറ്റവും മാന്യമായ ബന്ധവും സഹവാസവും വളരെ മഹത്തായ സ്വഭാവത്തോടുകൂടെയുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റവുമാണ് അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതേ പ്രകാരം എല്ലാ കാര്യങ്ങളും. അതുപോലെ ദൈവത്തിന്റെ രംഗത്ത് നിൽക്കുന്ന ആളുകൾ സമൂഹത്തിന്റെ ബാധ്യതകൾ മറക്കരുത്. അവർ ദായിമാർ മാത്രമാണ്, പ്രബോധകർ മാത്രമാണ് എന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ആ സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നത്. ആ സമൂഹത്തിന്റെ നന്മയിലാണ് പങ്കുകാരാവണം. ഇവിടെയുള്ള സാമൂഹ്യ ബാധ്യതകൾ നിർവഹിക്കണം. മുജാഹിദ് പ്രസ്ഥാനം അതിന് പ്രോത്സാഹനം നൽകിയതാണ്. അറിവ് നേടുകയാണ് ഈ സമൂഹത്തിന് ഏറ്റവും വലിയ ആവശ്യമെന്ന്, എന്നാലേ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാരുടെ പ്രബോധനം കേട്ടുകൊണ്ടാണ് കേരളത്തിൽ ആദ്യമായി ഫാറൂഖ് കോളേജ് സ്ഥാപിക്കപ്പെട്ടത്. മൗലാന അബ്ദുൽ സബ അഹമ്മദ് അലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹവും കേരള സിരി സാഹിബും തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ അലിമിങ്ങളും ഉമറാക്കളും ചേർന്നുകൊണ്ടാണ് ഫാറൂഖ് കോളേജ് സ്ഥാപനമുണ്ടാക്കി, റൗളത്തുൽ അസോസിയേഷൻ ഉണ്ടാക്കിയത്. ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. അതുപോലെ പിന്നീട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലും ഐക്യസംഘത്തിന്റെ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്ത നേതാക്കളാണ് ഇവിടെ മുസ്ലിം ഐക്യസംഘത്തിന്റെ സജീവ പ്രവർത്തകരായി രംഗത്ത് വന്നത്. അതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായത്. എല്ലാം അതിന് എന്തെങ്കിലും ന്യൂനതകളെല്ലാം ഉണ്ടാകുമെങ്കിലും ഈ സമൂഹം വിദ്യാഭ്യാസപരമായി പുരോഗമിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കണ്ടെത്തിയ ഉമറാക്കളും ഉലമാക്കളുമാണ് അത്തരം സ്ഥാപനങ്ങളെ നൽകിയത്. അവരുടെ തെറ്റുകളും പാലിച്ചുകളും നമുക്ക് പറയാം. നമ്മളെക്കാൾ ഒരുപക്ഷെ ഈമാനുള്ള തൗഹീദുള്ള ഒരുപാട് പ്രവർത്തകന്മാരാണ് ആ സംഘടനകളിലുള്ളത്. ആ സംഘടനകൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ച് നോക്കൂ. സ്ഥാപനത്തെ സംബന്ധിച്ച് എന്തവർ കരുതട്ടെ. ഇവിടുത്തെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ മതവിദ്യാർത്ഥികളെക്കാൾ ഭക്തിതരായി സമൂഹത്തിൽ തഖ്വയോടുകൂടെ ഈ സദസ്സിൽ പങ്കെടുക്കുകയും അവർ വിജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുകയും ചെയ്യുന്നു. എവിടെ പഠിക്കുന്നവരാണവർ? ഈ നിലക്കുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അതിൽ അവർക്ക് പ്രവേശനം നൽകിയവരാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടന രചിച്ചവർ മുവഹിദുകളല്ല. പക്ഷേ അവർക്കൊരു വിശാല കാഴ്ചപ്പാടുണ്ടായിരുന്നു. പ്രവാചകൻ മദീനത്ത് സ്വീകരിച്ചതുപോലെ, മറ്റു പ്രബോധകർ സ്വീകരിച്ചതുപോലെ ബഹുമത സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും സഹകരിപ്പിച്ച് സമാധാനപരമായ അന്തരീക്ഷമുണ്ടാക്കി ഭൗതിക രംഗത്ത് മാത്രം ചലനമുണ്ടാക്കുക, നിഷ്പക്ഷമായി കേട്ട് എന്തും കേൾക്കാനും എന്തും പഠിക്കാനും അങ്ങനെ ഭൗതിക മണ്ഡലത്തിൽ പരിവർത്തനമുണ്ടാക്കുവാനും ഉള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകണമെന്ന് മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും കൂടിയുള്ള അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടന ഉണ്ടാക്കിയതിന്റെ പിന്നിൽ ഇവിടെ മുവഹിദുകളല്ല, ഇവിടെ ഒരുപാട് എല്ലാ മതങ്ങളിലുള്ള ആളുകളുമുണ്ട്. ആ ആളുകളുടെ ആ ഒരു വീക്ഷണത്തെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുകയില്ല. ആ മഹത്തായ ചിന്തയും ഭരണഘടനയുമാണ് ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ നമുക്ക് സാധിച്ചത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനം ഏറ്റവും അധികം സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിയിച്ചു എന്ന് മാത്രം ഒറ്റവാക്കിൽ ഞാൻ പറയട്ടെ. വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, ചികിത്സാ രംഗത്ത്, എല്ലാ രംഗത്തിനും സമൂലമായ മാറ്റങ്ങൾക്ക് തിരികൊളുത്തി അതിന് ബുദ്ധിപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി ദഅവത്ത് നിർവഹിച്ച മഹാപ്രസ്ഥാനത്തിന്റെ യുവജനങ്ങളും അതിനുശേഷമുള്ള വിദ്യാർത്ഥി സമൂഹങ്ങളും ഇത് തലമുറയായി ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക, സഹിക്കുക, സഹിഷ്ണുതയോടെ പെരുമാറുക. അള്ളാഹുവിന്റെ കാവൽ തീർച്ചയായും നിങ്ങൾക്കുണ്ടാകും. അള്ളാഹു എല്ലാ തലത്തിലും നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും പരലോകത്തെ സ്വർഗത്തിന്റെ അവകാശികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി ഘടകം NSCയുടെ ദേശീയ സെക്രട്ടറി പ്രതിപക്ഷ നേതാവ്
വെള്ളഞ്ചാടിയുടെ പുത്രനുമായ ബഹുമാനമായ ചാൻഡാനൻ. ആദരണീയനായ എ പി അബ്ദുൽ ഖാദർ മൗലവി അവർകളെ,